ഹായ് ഗൈസ്, വീണ്ടും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു പഴയ വ്ളോഗാണ്. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാമെന്ന്. അപ്പോൾ ഞാൻ ഹൈദരാബാദിലായിരുന്ന കാര്യം അറിഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാനുള്ള പാക്കിംഗ് തുടങ്ങിയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എടുത്ത വ്ളോഗാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് കാണിച്ചു തരാവേ. സോ ഫസ്റ്റ് വൺ, നമ്മൾ മല്ലിപ്പൊടി ആണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് കുറച്ച് മല്ലി ഇങ്ങനെ വറുത്തെടുത്തിട്ട് പിന്നെ അതിനെ പൊടിയാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് എല്ലാ തവണയും മമ്മി ഇങ്ങനെ ചെയ്ത് തന്നിടും. അപ്പോൾ അതൊരു ഹാബിറ്റായിപ്പോയി. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറില്ല, ഇത് തന്നെയാണ്. പിന്നെ ചമ്മന്തിപ്പൊടി, ഉണക്കച്ചമ്മീൻ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത്, പിന്നെന്താ, കടലയാണത്, കപ്പലണ്ടി എന്ന് പറയില്ലേ, അത് ഞങ്ങളിവിടെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ചട്നിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു. പിന്നെ അച്ചാറ്, മാങ്ങ അച്ചാർ, അത് പിന്നെ മമ്മി ഉണ്ടാക്കിയത് കാച്ചിയ വെളിച്ചെണ്ണയാണ്. ഞാനൊരു കുറേ വർഷമായിട്ട് ഇപ്പം കാച്ചിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല ഹെയർ ഫോൾ ഉണ്ട്, അപ്പോൾ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും, ഇതും കടലയാണ്. പിന്നെ അല്ലാണ്ട് കുറച്ച് ഏലക്കയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം പൊടിച്ചതുണ്ടായെങ്കിൽ അത് എളുപ്പമല്ലേ, അപ്പം കുറച്ച് പൊടിച്ചെടുത്തു. ഇത് ഹോം മെയ്ഡ് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി അനൂപിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ്. അപ്പോൾ ഇത് ഗ്ലാസ് ജാറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതൊരു പ്ലാസ്റ്റിക് ജാറിലേക്ക് മാറ്റാമെന്ന്. ബിക്കോസ് ഇത് പൊട്ടിയാൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പുറത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ, അതായത് പപ്പയും മമ്മയും ഒക്കെ എല്ലാവരും നമുക്ക് തന്നുവിടാൻ വേണ്ടി എത്ര സാധനങ്ങളാണ് അവർക്ക് വയ്യെങ്കിൽ കൂടി അവരിരുന്ന് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതായത് മമ്മിയുടെ ഹെൽത്ത് വൈസ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്നാൽ കൂടി ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു, എന്താ പറയുക, ഒരു വിഷമവും സന്തോഷവും എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ ഈ ലോകത്ത് മമ്മിയും പപ്പയും തന്നെ കാണുള്ളൂ, വേറെ ആരും കാണില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു മൊമെൻ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ നെയ്യൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. എനിക്ക് എപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. ശരിക്കും പറഞ്ഞാൽ വീട്ടിനെയൊക്കെ ഞാൻ മിസ് ചെയ്യും, പപ്പയും മമ്മിയൊക്കെ എല്ലാവരെയും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും അറിയില്ല. നമ്മളൊന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വിഷമമൊക്കെ മനസ്സിലാകുന്നത്. പണ്ടൊക്കെ പപ്പയും മമ്മി ഇങ്ങനെ പറയായിരുന്നേ, അതായത് നീ ഇവിടുന്ന് പോയി കഴിയുമ്പോഴേ വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്നും ഒരു വിഷമം ഇല്ലാത്ത പോലെ നടിക്കും. പക്ഷേ ശരിക്കും ഒരു വിഷമം എന്താണെന്നുള്ളത് സത്യമാട്ടോ, നമ്മൾ മാറി നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ ഇമോഷണലായിരുന്നു. നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് ഇങ്ങനെ കിടക്കാം. അപ്പോൾ അത് ഞാൻ നെയ്യൊക്കെ മാറ്റി. അതിനിടയിൽ മമ്മി ചമ്മന്തിപ്പൊടി സെറ്റാക്കി കൊണ്ടു തന്നായിരുന്നു, ടേസ്റ്റൊക്കെ നോക്കി. പിന്നെ അതും ഒരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പം കുറച്ചധികം ഉണ്ടായിരുന്നു, ഉണക്കച്ചമ്മീൻ്റെ ചമ്മന്തിയായിരുന്നു. അപ്പോൾ പൊടിച്ച് കൊണ്ടുപോയാൽ നമുക്ക് ഫുഡിനെ കൂടെ കഴിക്കാമല്ലോ. അപ്പം അതൊരു ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനകത്ത് എന്തൊക്കെയോ ചെയ്യാം. ഇതെനിക്ക് ആക്ച്വലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഉണക്കച്ചമ്മീൻ വാങ്ങിയിട്ട്, ആക്ച്വലി ഞങ്ങൾ ഹൈദരാബാദിലായതുകൊണ്ട് ഇതൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ലുലുവിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ഉണ്ടാക്കിച്ചിട്ട് കൊണ്ടുവന്നാണ്. ഒരു പാക്കറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു പാക്കറ്റിൽ നിന്നാണ് ഇത്രയും പൊടി കിട്ടി. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിൽ നിറച്ചെടുത്തു. പിന്നെ ബാക്കി ഞാൻ എടുത്തില്ല. ആക്ച്വലി ഒരു 1.5 ബോട്ടിലോളം ഉണ്ടായിരുന്നു അത് പൊടിച്ചെടുത്തപ്പം. അപ്പോൾ അത്രയും തന്നെ നമ്മൾ എടുത്തുള്ളൂ. പിന്നെ കുറേ കുരുമുളക് പൊടിച്ചത്, അങ്ങനെ പല പല പൊടികൾ. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ എനിക്ക് അനൂപിൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ അമ്മ തന്നുവിടും. നെയ്യും അവിടുത്തെ അമ്മ തന്നുവിടും. ഇവിടുന്ന് ഞാൻ മെയിനായിട്ട് കൊണ്ടുവന്നത് ഇങ്ങനത്തെ ചമ്മന്തിപ്പൊടി, കുരുമുളക് പൊടി, ഏലക്കാപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കൊണ്ടുപോകും. മല്ലിപ്പൊടി, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരും. ബിക്കോസ് പൊടികളൊന്നും ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല. സോറി, തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഇൻഫ്ലുവൻസ ഒക്കെ നടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പനി പോലെ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അതിനടുത്ത ശേഷം നമ്മൾ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ഇത് കുറച്ച് ഞാൻ കുരുമുളക് പൊടിച്ചും എടുത്തു, കുറച്ച് ഞാൻ ഇതുപോലെ പൊടിക്കാത്തതും കുറച്ചെടുത്തു. കുരുമുളകും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അത് വാങ്ങിയതായിരുന്നു. അത് കുരുമുളകൊന്നും നമുക്ക് അവിടെ വാങ്ങാതെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മളത് വാങ്ങിയത് തന്നെയാണ്. നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ പോകുമായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ എടുത്തുണ്ട്. പക്ഷേ നമ്മൾ പോയിട്ട് കുറേ നാളായതുകൊണ്ട് വാങ്ങി എടുത്തതാണ്. പിന്നെ എൻ്റെ ചിറ്റ കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നാട്ടിൽ നിന്ന്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത്രയും ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഫുൾ തൂത്തുവാരി കൊണ്ടുവന്നു. അങ്ങനെ അതും കൂടെ ഒരു കവറിലാക്കി എടുത്തു. ബിക്കോസ് ആവശ്യമുള്ളത് ഞാൻ ഇങ്ങനെ പൊടിച്ചാണ് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ പാക്കറ്റിലുള്ള പെപ്പർ പൗഡറൊന്നും വാങ്ങാറില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഏറെക്കുറെ സാധനങ്ങൾ. ഇതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് നിരത്തി വെച്ചിരിക്കുന്നത് എനിക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മമ്മീനെ കൊണ്ട് ഞാനൊരു മീൻചട്ടി വാങ്ങിച്ചായിരുന്നു. ഇതെങ്ങനെ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ അതിനെ നമ്മളിപ്പം ഒരു ഉരുളിക്കകത്താക്കി വെച്ചിരിക്കുകയാണ് പാക്ക് ചെയ്യാൻ വേണ്ടി. അന്നേരത്തേക്കിന് ചിലപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും എടുത്ത് വെക്കുന്നത്, ബിക്കോസ് അല്ലെങ്കിൽ പൊട്ടിപ്പോവുമല്ലോ. അപ്പം ഭയങ്കര സേഫായിട്ട് അത് എങ്ങനെ അവിടെ എത്തിക്കും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഫുൾ ഡേ. അത് സേഫായിട്ട് ഞാൻ ഇവിടെ എത്തിച്ചു കേട്ടോ. എന്തായാലും അത് ഉരുളിക്കകത്ത് വെച്ച് പിന്നെ അതിനകത്ത് കുറച്ച് ഡ്രസ്സൊക്കെ വെച്ച് മമ്മിയും പപ്പയും കൂടെ എങ്ങനെയൊക്കെയോ അത് പാക്ക് ചെയ്ത് തന്ന് പൊട്ടാതെ ഇവിടെ എത്തിച്ചു ഞാൻ സാധനം. പിന്നെന്താ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, അച്ചാർ പാക്ക് ചെയ്യാണ്. ചെറിയൊരു കുപ്പി അച്ചാർ, അതായത് അനൂപിൻ്റെ വീട്ടിൽ നിന്നും അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു 3-4 ബോട്ടിൽ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുൾ സേഫായിട്ട്. ഈ അച്ചാർ നമ്മൾ എത്ര സേഫായിട്ട് പാക്ക് ചെയ്താലും അത് ലീക്കാവും. എത്രയ്ക്ക് നമ്മൾ പാക്ക് ചെയ്താലും ലീക്കാവും. അപ്പം ഞാൻ ആദ്യം ടേപ്പ് ചുറ്റും, ഇതുപോലൊരു ടേപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ ബോട്ടിൽ നെക്ക് ഫുൾ ചുറ്റും. എന്നിട്ട് ക്ലിങ് ഫിലിം റാപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഫുൾ ബോട്ടിൽ റാപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊരു വേസ്റ്റ് ക്ലോത്ത് പോലത്തെ എന്തെങ്കിലും ഒരു കോട്ടൺ ക്ലോത്ത് ഇല്ലേ, അതും കൂടി റാപ്പ് ചെയ്തിട്ട് ഒരു കവറിനകത്ത് ഞാൻ ഇറക്കി വെക്കും. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പം അച്ചാർ ലീക്കായി. അപ്പം അച്ചാർ എന്ന് പറയുന്നത് സ്ഥിരം ലീക്കാവും. പിന്നെ നെയ്യും പാക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് ഡ്രസ്സൊക്കെ ആൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു, വാങ്ങിയ പുതിയ ഡ്രസ്സസൊക്കെ, അതും ഓൾട്ടർ ചെയ്തു. അങ്ങനെ എൻ്റെ പാക്കിംഗ് ഒരുവിധം അവസാനിച്ച കേസ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.